കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസ് ജംഗ്ഷനിൽ വെള്ളക്കെട്ടിൽ മൃതദേഹം കണ്ടെത്തി. സ്വിഗ്ഗി ജീവനക്കാരനാണ് മരിച്ചത്. ബൈക്ക് അപകടമാണെന്ന സംശയത്തിലാണ് പോലീസ്. ഇപ്പോൾ ബൈക്ക് കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. നിർഭാഗ്യകരമായ സംഭവം. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്വിഗ്ഗി ജീവനക്കാരൻ ഭക്ഷണം വിതരണം ചെയ്യാൻ പോകുന്നത് വഴിയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ ഉണ്ടായിരുന്ന റോഡിൽ നിന്ന് കൈവരിയിൽ നിന്ന് താഴേക്ക് വീണാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബൈക്ക് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സ്വിഗ്ഗി ജീവനക്കാരൻ ഈ ബൈക്കിലാണ് ഇന്നലെ വന്നത്. പ്രേക്ഷകർക്ക് കാണാം. ആ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ഇപ്പോഴും കത്തിക്കിടക്കുകയാണോ? ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. അവിടെ തീരെ വെളിച്ചമില്ലാത്തൊരു പ്രദേശം. മാത്രവുമല്ല, അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുകളും ഉണ്ടായിരുന്നില്ല. ഏകദേശം 6-7 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബൈക്ക് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമമാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി പറയുന്നു, ഇത്തരം റോഡുകളിലുള്ള അപകടകരമായ സാഹചര്യം അത് അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കരുത്. പ്രത്യേകിച്ച് കോൺട്രാക്ടർമാർ, കരാർ ഏറ്റെടുത്തവർ, എഞ്ചിനീയർമാർ ഇത്തരം കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കണം. ഇത്തരം സ്ഥലങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടാവണം, മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ ഇരുന്നതാണ് സ്വിഗ്ഗി ജീവനക്കാരൻ ഇന്നലെ രാത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ പോകുന്നതിനിടയിൽ ഏകദേശം 7-8 അടി താഴ്ചയുള്ള ഈ കുഴിയിലേക്ക് വീണതും ജീവൻ നഷ്ടപ്പെട്ടതും. ആ താഴ്ചയിൽ വീഴ്ചയുടെ ആഘാതത്തിൽ തൊട്ടടുത്തുള്ളൊരു കോൺക്രീറ്റിലോ പൈപ്പിലോ തലയടിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ ബൈക്ക് കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്വിഗ്ഗി ജീവനക്കാരൻ്റെ ബൈക്ക് ഓണാണ്, പ്രേക്ഷകർക്ക് കാണാം. അതിൽ ചാവി അടക്കമുണ്ട്. ഇപ്പോഴും അതിൻ്റെ ന്യൂട്രൽ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇന്നലെ രാത്രിയിലാണ് ഈ ബൈക്ക് അപകടം ഉണ്ടായത്. കസ്റ്റമറിന് ഭക്ഷണം വിതരണം ചെയ്യാൻ പോയ സ്വിഗ്ഗി ജീവനക്കാരൻ ഉമ്മളത്തൂരുള്ള സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. അർദ്ധരാത്രിയിലും ഒക്കെ ഇത്തരം ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരാണ് നമ്മുടെയൊക്കെ വിശപ്പകറ്റുന്നത്. ഈ മനുഷ്യരുടെ യാത്ര സുരക്ഷിതമാക്കേണ്ടതുണ്ട്. നോക്കൂ, ഒരു കൈവരി പോലും ആ ഭാഗത്തില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. റോഡ് നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഇത്തരം സ്ഥലങ്ങളിൽ. പക്ഷേ അത്തരം മുൻകരുതലുകളൊന്നും ഉണ്ടായില്ല എന്നതാണ് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 10 അടിയോളം താഴ്ചയുള്ള ഒരു കിടങ്ങിലേക്കാണ് അയാൾ വീണത്. വലിയ താഴ്ചയില്ലെങ്കിൽ പോലും, അതായത് ആഴമില്ലെങ്കിൽ പോലും വീഴ്ചയിൽ ആ പൈപ്പിൻ്റെയോ മറ്റോ ഭാഗത്ത് തലയടിച്ചിട്ടുണ്ടാവാം. അതാവാം മരണകാരണം. ഇന്ന് പുലർച്ചെയാണ് ആളുകൾ ഈ ഡെഡ് ബോഡി കണ്ടത് ഈ കിടങ്ങിൽ കിടക്കുന്ന രീതിയിൽ. ഇപ്പോൾ ആ സ്വിഗ്ഗി ജീവനക്കാരൻ്റെ വാഹനം പുറത്തേക്ക് എത്തിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഒരുപക്ഷെ ഭക്ഷണം വിതരണം ചെയ്യാൻ പോകുമ്പോഴോ അതല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്തതിനു ശേഷം മടങ്ങുമ്പോഴോ ആയിരിക്കാം ഉമ്മളത്തൂർ സ്വദേശിയായ സ്വിഗ്ഗി വിതരണക്കാരൻ ഈ അപകടത്തിൽപ്പെട്ടത്. ഒരു മുന്നറിയിപ്പ് സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് എടുത്തു തന്നെ പറയുന്നു.